I welcome every franchisee owners and staff to another webinar section. And today, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന Hello? Yes. I ask everyone to please mute all your audios. Okay. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കൺട്രി, ഒരു വെബിനാർ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇപ്പൊ നമുക്ക് വരുന്ന okay. Whoever it is, I please ask you to mute your audio. Ma'am, good evening. I can't off my this one audio. Can you do it from there? Yes. Let me try. Okay, I think everything is fine. Okay, yes. So, ഇന്നത്തെ നമ്മുടെ country, yes, I have said it's Italy. So, ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു മെജോറിറ്റി ഓഫ് കൺട്രീസിൽ വരുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി. യെസ്. സോ ആ ഇറ്റലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് വർക്കിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡീസ് ആണെങ്കിലും മാസ്റ്റേഴ്സ് എന്തായിട്ടും നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ഇറ്റലി. Talking about Italy, Italian people, they are very friendly. ബാക്കിയുള്ള ഒരു കൺട്രീനെ വെച്ച് അപേക്ഷിച്ച് ഒരു സ്റ്റുഡന്റ്, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അങ്ങോട്ട് ചെന്ന്, ഈവൻ ഇറ്റ്സ് ഫോർ വർക്കിംഗ് ഓർ ഫോർ സ്റ്റഡീസ്, അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ വാം ആയിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇറ്റാലിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് കൾച്ചറലി കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആൾക്കാർ കൂടിയാണ്. ഇപ്പം Italy is famous for its cultures and its scriptures and everything. So, just a second. Kore culturally importance കൊടുക്കുന്ന ആൾക്കാരിൽ പെടുന്ന കുറച്ച് ഇതാണ് ഇറ്റലി. Okay. Then coming to central southern near ആയിട്ട് വരുന്ന hello. Hello. Please, webinar നടക്കുമ്പോൾ I ask everyone to mute your audio, so for your better clearance, it would be great. ഓള് നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേന് ഓളവിടെ മീറ്റിംഗ് അവിടെ നിർത്തിക്കുക. Okay, so talking about Italy, Italy Central European Union സൗത്തേൺ സെൻട്രലിലായിട്ട് വരുന്നതാണ് ഇറ്റലിയുടെ ലൊക്കേഷൻ. ആൻഡ് കറൻസി എന്ന് പറയുന്നത് യൂറോസ് ആണ്. ആൻഡ് ക്യാപിറ്റൽ വരുന്നത് റോം ആണ്. റോം ഇസ് വെരി ഫേമസ്.
official language is Italian language. ഇതാണ് നമ്മുടെ ഇറ്റലിയുടെ ഒരു മാപ്പ് സ്ട്രക്ചർ വരുന്നത്. So some sounds is coming outside. You can close the mic. I hope you can see my screen, and please mute, try to mute everyone, please. So, and talking about the Italy, location and climate, southern പാർട്ടിലാണ് നമ്മുടെ ഇറ്റലി വരുന്നത്, and which is near to sea. അതിനകത്ത് പറയാനുള്ളത് ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്നാണ് ഇറ്റലിയുടെ ഒഫീഷ്യൽ നെയിം വരുന്നത്, ഇറ്റാലിയൻ റിപ്പബ്ലിക്, which is coming under and which is divided 20 regions ആയിട്ടാണ് നമ്മുടെ ഇറ്റലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് 61 million പോപ്പുലേഷൻ ആണ് ഇറ്റലിയിലുള്ളത്. സോ ആൻഡ് ഇറ്റലി ഈസ് വെരി ഫേമസ്, ഫോർത്ത് മോസ്റ്റ് പോപ്പുലർ കൺട്രി ഇൻ യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റിൽ വരുന്ന ഫോർത്ത് മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ് ഇറ്റലി. ആൻഡ് ലാർജസ്റ്റ് നമ്മൾ എക്കോണമി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി ഇൻ യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോ സോൺ വരുമ്പോഴത്തേക്ക് കറൻസി വാല്യൂല് 8th in the വേൾഡ് ആണ് യൂറോ സോൺ വരുന്നത്. യൂറോ ഇസ് ദി ഒഫീഷ്യൽ കറൻസി ഓഫ് ഇറ്റലി. ഓക്കെ, ആൻഡ് weather is an important factor. So coming to the weather of Italy, ഒരു ടെമ്പറേറ്റ് വെതർ എന്ന് പറയാം. ഇപ്പം കോൾഡ് വരുവാണെങ്കിൽ കോൾഡ് സമയം ലൈക്ക് ഡിസംബർ ടു ജാനുവരി ആ ഒരു റേഞ്ചിൽ നല്ല കോൾഡും ആണ്, പക്ഷേ ബാക്കിയുള്ള സമയത്ത് നല്ല ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഇപ്പം ക്ലൈമറ്റ് ഇഷ്യൂസ് ആയിട്ടുള്ള ഇപ്പം ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ഡിസീസ് ഒക്കെ കാണുമല്ലോ, അലർജീസ് കാര്യങ്ങൾ, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റുഡൻസ്, അവർക്കൊക്കെ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി കൂടെയാണ് ഇറ്റലി. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വെരി ഗുഡ് ക്ലൈമറ്റ്, പ്ലസന്റ് ക്ലൈമറ്റ്. സോ ഇറ്റലി ഈസ് ഓൾസോ ഫേമസ് ഫോർ ദാറ്റ്. ഇറ്റലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോം ആണ്, വിച്ച് ഇസ് എ ക്രിസ്ത്യൻ കൺട്രി ഒഫീഷ്യലി. ആൻഡ് റോം അല്ലാണ്ട് വരുന്ന ഒരു ഫേമസ് സെക്ടർ ലൈക്ക് സിറ്റി കൂടെയാണ് മിലാൻ ഉണ്ട്, റോം, വെനീസ്, ഫ്ലോറൻസ്, നേപ്പിൾസ്, വെറോണ, ടൂറിൻ. ഇതൊക്കെയാണ് നമ്മുടെ ഫേമസ് ആയിട്ട് വരുന്ന സ്പോട്സ്. എസ്പെഷ്യലി വെനീസ് ഇസ് എ പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഈവൻ ഫോർ സ്റ്റുഡൻസ് ഓൾസോ. ഇപ്പം എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം, അഡ്വഞ്ചറസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം, പഠിത്തം മാത്രമല്ല എന്നുള്ള ഒരു സ്റ്റുഡൻസിനും കൂടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ കൺട്രിയാണ് ഇറ്റലി. ഓക്കെ, ഇറ്റലി തന്നെ നമുക്ക് 2 ഡിവിഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് എക്സ്പെൻസീവ് സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് റോം, മിലാൻ, ഫ്ലോറൻസ്, പിസ, ഇതൊക്കെ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസിനകത്ത് വരുന്നതാണ് ഇറ്റലിയിലെ. ആൻഡ് ബൊളോഗ്ന പക്ഷെ ബൊളോഗ്ന നമുക്കൊരു മീഡിയം കാറ്റഗറിയിൽ അനലൈസ് ചെയ്യാനാണ്, കാരണം ബൊളോഗ്ന ആൻഡ് പഡോവ ഇസ് നോൺ ആസ് ദി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സിറ്റീസ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മേജർ ആയിട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള 2 പ്ലേസസ് ആണ്, ഒന്ന് പഡുവ ആൻഡ് ഒന്ന് ബൊളോഗ്ന. യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോഗ്ന ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് പഡോവ ആർ ദി മോസ്റ്റ് ഫേമസ് ഇൻ ഇറ്റലി. ആൻഡ് ചീപ്പർ സിറ്റീസ് എന്ന് പറയുമ്പോൾ പിസ, പഡുവ ആൻഡ് ടൂറിൻ. ഇറ്റ് ഈസ് as it is. Okay, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാളിറ്റി
of education for international students. ഒരു 40,000 international students ആണ് per intake അല്ലെങ്കിൽ ഒരു per ഇയറിലോട്ട് നമ്മൾ ഇറ്റലിയിലോട്ട് like they are trying for Italy. And അവിടെ reach ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 40,000 international students ആണ് പോകുന്നത്. ബിക്കോസ് എക്സ്പീരിയൻസ്, ഗ്രാജുവേറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യാവുന്നത് ഇറ്റലി ഈസ് എ വെരി ഗുഡ് കൺട്രി ഫോർ ദിറ്റ്. ആൻഡ് ഒരു നമ്മൾ ഇന്ത്യൻ QS റാങ്കിങ്ങിൽ എടുക്കുകയാണെങ്കിൽ ഒരു 8 യൂണിവേഴ്സിറ്റീസ് ആ വരുന്നതെങ്കിൽ ഒരു QS റാങ്കിങ് വേൾഡിൽ ഇറ്റലിയുടെ യൂണിവേഴ്സിറ്റീസ് എടുക്കുമ്പം places like 15 major universities കാണും QS റാങ്കിങ്ങിൽ എടുക്കുമ്പോഴത്തേക്ക്. Okay, and talking about the visa is like Schengen visa, which is 26 countries കൂടെ ഉള്ള ഒരു Schengen visa ആണ് വരുന്നത്. 26 one visa is enough for all those 26 countries lot. And highlights. So these are the highlights for, it is one of the 4 countries in the engaged to create called European Area of Higher Education. പറഞ്ഞ പോലെ ഏരിയ വൈസ്, കൾച്ചർ വൈസ് എല്ലാം ഇറ്റലിയുടെ സ്ഥാനം ഇറ്റ്സ് വെരി ഹൈ. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷനിലും 8th റാങ്ക് ആണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ടോട്ട്, ഇപ്പം ഇറ്റലി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒഫീഷ്യലി സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ആണ്. ഇപ്പൊ ഒരു പാർട്ട് ടൈം വേണ്ട ഒരു സ്റ്റുഡന്റിന് ഒരു A1 A2 ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ഒരു നോളേജ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സ്റ്റുഡന്റിനെക്കാളും കൊണ്ട് ഇറ്റാലിയൻ അറിയാവുന്ന ഒരു സ്റ്റുഡന്റിനായിരിക്കും ഏറ്റവും ആദ്യമേ കിട്ടുന്നത്. ഇറ്റാലിയൻ ലാംഗ്വേജ് ഇസ് വെരി ഈസി ടു ലേൺ ഓൾസോ. ഇംഗ്ലീഷുമായിട്ട് കുറച്ച് സിമിലർ ആയതുകൊണ്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജും കൂടെയാണ്. അപ്പൊ നമുക്ക് 2 പ്രോഗ്രാംസ് ഉണ്ട്, ഇറ്റാലിയൻ തോട്ടും ഉണ്ട്, ഇംഗ്ലീഷ് തോട്ടും ഉണ്ട്. അപ്പം ഇറ്റാലിയൻ തോട്ട് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് സ്റ്റുഡൻസ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റാലിയൻ ലാംഗ്വേജ് വേണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് തോട്ട് ആണെങ്കിൽ MOE വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റീസ് ദേ ആസ്ക് ഫോർ IELTS മാൻഡേറ്ററി ആയിട്ട് 6 യൂറോപ്യൻ ആയതുകൊണ്ട് തന്നെ 6.5 നോ ലെസ് ദാൻ ബാൻഡ് 6 ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അല്ലാത്ത പക്ഷെ നമുക്ക് MOE വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇറ്റലിയിൽ. സ്കോളർഷിപ്പ് ലൈക്ക് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട് അവിടെ. സോ ഇറ്റലി ഈസ് വെരി ഫേമസ് ഫോർ ദാറ്റ്. നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ ഇത്രയും എമൗണ്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് വി ക്യാൻ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ഫോർ ദ ട്യൂഷൻ ഫീസ്. ആൻഡ് ഈവൻ ഫോർ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ നമുക്ക് ഇൻകം ഓക്കെ. സോ ഇംഗ്ലീഷ് തോട്ട് ആയിട്ടുള്ളത് നമുക്ക് ബാച്ചിലേഴ്സ് അവൈലബിൾ ആണ്, മാസ്റ്റേഴ്സ് അവൈലബിൾ ആണ്, ആൻഡ് ഈവൻ സം ഡിപ്ലോമ പ്രോഗ്രാംസ് കൂടെ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്ക്. ഓക്കെ. സോ എംപ്ലോയ്മെന്റ് റാങ്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഇപ്പൊ ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റിന്
പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രയാസമായിട്ടുള്ള കാര്യമായിരിക്കില്ല. ബിക്കോസ് ഇറ്റലി 8 മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ വരുന്ന 8 മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ വരുന്ന ഒരു പാർട്ടാണ് ഇറ്റലി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ സ്റ്റുഡന്റിന് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ പാർട്ട് ടൈം ആണെങ്കിൽ A1 A2 ലെവലില് ഇറ്റാലിയൻ അറിയാവുന്ന ഒരു സ്റ്റുഡന്റിനായിരിക്കും പെട്ടെന്ന് പാർട്ട് ടൈം കിട്ടുക. കാരണം അവർക്ക് അവിടെ ഇറ്റാലിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഇംഗ്ലീഷ് അറിഞ്ഞാലും നമ്മളോട് സംസാരിക്കാൻ കുറച്ചൊക്കെ they feel so awkward. സോ അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ കുറച്ച് ഒരു A1 A2 അറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി പാർട്ട് ടൈമിന്റെ കേസിൽ കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, സോ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു. ആൻഡ് അഫോർഡബിൾ ഡെസ്റ്റിനേഷൻ ആണ്. ലൈക്ക് ഇപ്പൊ ഫീസ് പബ്ലിക് എഡ്യൂക്കേഷൻ അല്ല. ഫീസ് കൊടുത്തു പോകുന്ന ഇപ്പൊ പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ ക്വൈറ്റ് എക്സ്പെൻസീവ് പബ്ലിക് യൂണിവേഴ്സിറ്റിനെ വെച്ച് നോക്കുമ്പോൾ. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 2 ഓപ്ഷനൊന്നും ഫ്രീ എഡ്യൂക്കേഷനും അല്ലാതെ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കുന്ന കോഴ്സസും ഉണ്ട്. അപ്പൊ ഫീസ് ആണെങ്കിലും ഒരു കുറച്ചൊക്കെ വരത്തുള്ളൂ. ലൈക്ക് 4 lakh അല്ലെങ്കിൽ ഒരു 3 to 5 lakh ആ ഒരു റേഞ്ചിലായിരിക്കും ബാച്ചുലേഴ്സിന് വരുന്നത്. മാസ്റ്റേഴ്സിന് ലൈക്ക് ഒരു ടുവേർഡ്സ് 8 lakhs എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അത്രയും വരും. പബ്ലിക് എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒരു 0.5 ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ വരും എന്ന് തോന്നുന്നു. അത്രയൊക്കെ ഉള്ളൂ ഇറ്റലിയുടെ ഒരു പ്രൈവറ്റ് ടു പബ്ലിക് എഡ്യൂക്കേഷന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് പബ്ലിക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർ ഇപ്പം ലൈക്ക് സൈക്കോളജി റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ആണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അവർക്ക് എൻട്രൻസ് എക്സാം അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എൻട്രൻസ് എക്സാം നമ്മൾ അതൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇപ്പൊ സ്റ്റുഡൻസിനാണെങ്കിൽ എൻട്രൻസ് എക്സാം ലൈക്ക് ടോൾക്കൈ CISIA എന്നാണ് അതിന്റെ പേര്. എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സെക്ഷന്റെ പേര്. അപ്പം യൂണിവേഴ്സിറ്റിന്ന് നമുക്ക് ആ എക്സാം എൻട്രൻസ് എക്സാമിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ലൈക്ക് മാത്തമാറ്റിക്സ് ഓർ സം നമ്മൾ എന്താണോ 12th ഇപ്പൊ ബാച്ചുലേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ എൻട്രൻസ് എക്സാമിന് എന്താണ് നമ്മൾ 12th പാസ് ചെയ്ത സബ്ജക്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു എൻട്രൻസ് എക്സാം മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിലും കാണുന്നതാണ്. ഓക്കെ, ആ എൻട്രൻസ് എക്സാം ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇപ്പൊ MOE വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ടെലഫോണിക് ഇന്റർവ്യൂ കാണും യൂണിവേഴ്സിറ്റീസ്. ഇപ്പം ഇംഗ്ലീഷ് അവർക്ക് തോന്നുവാണെങ്കിൽ ഇംഗ്ലീഷിൽ അത്ര സ്പീക്കിംഗ് സ്കിൽസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും റിജക്ഷന്റെ സാധ്യതകൾ വരും. പക്ഷെ ഇഫ് ദേ ആർ ഗുഡ് വിത്ത് എ ലാംഗ്വേജ് ഇറ്റ് ഈസ് എ വെരി വെൽ ഫൈൻ. നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ഇന്റർവ്യൂ സെക്ഷൻ ആണ്. ആൻഡ് കമ്മിങ് ടു ദി സ്റ്റേ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചുലേഴ്സ് ആണെങ്കിലും 12 months വിച്ച് ഇസ് 1 year ഇതാണ് നമുക്ക് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് ലൈക്ക് സ്റ്റേ ബാക്കിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അഡ്മിഷൻ ചാൻസസ് ആർ ഹൈ. ആൻഡ് ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പിസ, യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോഗ്ന, Politecnico di Milano, Politecnico di Torino and University of Sapienza. ഇതൊക്കെ റോമിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം സിയന്ന ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മേജർലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു കുറഞ്ഞ ഫീസ് എമൗണ്ടിൽ ചൂസ് ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ബൊളോഗ്ന ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് പഡുവ. യൂണിവേഴ്സിറ്റി ഓഫ് പഡുവയിൽ തന്നെ സ്കൂൾ ഓഫ് സൈക്കോളജി ഉണ്ട്. അപ്പൊ സൈക്കോളജി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് താല്പര്യമുള്ള സൈക്കോളജി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് പഡുവ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു 2 യൂണിവേഴ്സിറ്റി. കാരണം അവർക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ഒക്കെ അവിടെ കുറച്ച് കുറവാണ്. ബിക്കോസ് എവറി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഗ്യാദർ ഓവർ ദർ. സോ അതുകൊണ്ട് they both are also a good option for the students. ആൻഡ് മേജർ സ്റ്റഡി ഇപ്പം ഇറ്റലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഫസ്റ്റ് വരുന്നത് ഇറ്റാലിയൻ ഫാഷൻ ആണ്. അപ്പം നമ്മുടെ
ലോകത്തിലെ ഫാഷൻ സെന്റർ എന്ന് അറിയപ്പെടുന്നത് ഇറ്റലിയാണ്. മേജർ ഫാഷൻസ് ആൻഡ് ഫാഷനിസ്റ്റാസ് കം ഫ്രം ഇറ്റലി. സോ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ ഡിസൈനിങ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, അത് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ UG പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ സിറ്റി എന്ന് പറയുന്നത് മിലാനാണ്. അപ്പം മേജർലി സ്റ്റുഡൻസ് ഇറ്റലിയിലോട്ട്, അതായത് മിലാൻ, റോം ആ ഒരു റീജിയനിലോട്ട് വരുന്നത് തന്നെ ഈ ഫാഷൻ ഡിസൈനിങ്, ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും മേജർ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. ബിക്കോസ് ദേ ഹാവ് എ വെരി ഗുഡ് സ്കോപ്പ്. നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ബാക്കിയുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഏത് കൺട്രീസ് വെച്ച് നോക്കുമ്പോഴും അതിനേക്കാളും ഒരുപടി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രി ഇറ്റലിയാണ്. സോ ഇറ്റലി ഈസ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, ആർക്കിടെക്ചർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻസ് അല്ലെങ്കിൽ വർക്കിലോട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ തരുന്നത് ഇറ്റലിയാണ്. സോ മേജർലി ആൻഡ് ഓൾസോ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സൈക്കോളജി ആൻഡ് IT, കമ്പ്യൂട്ടിംഗ്, സയൻസ് റിലേറ്റഡ് അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെയാണ് പോപ്പുലർ സ്റ്റഡീസ് ഓപ്ഷൻ ഇൻ ഇറ്റലി. ആൻഡ് അടുത്തത് അഡ്മിഷൻ റിക്വയർമെന്റ്സിലോട്ട് വരുവാണെങ്കിൽ സ്റ്റുഡന്റ്, ഞാൻ പറഞ്ഞിരുന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് MOE വെച്ചിട്ട് IELTS വേവ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. MOE വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, MOE വെച്ചിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെലഫോണിക് ഇന്റർവ്യൂ കാണും. കാരണം സ്റ്റുഡൻസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അവർക്ക് അതുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു ടെലഫോണിക് ഇന്റർവ്യൂ കാണും. സോ ദേ ഷുഡ് ഹാവ് എ ഗുഡ് സ്പീക്കിംഗ് സ്കിൽസ്. IELTS ഉണ്ടെങ്കിൽ അത്രയും, ചില യൂണിവേഴ്സിറ്റീസ് IELTS ചോദിക്കുന്നുണ്ടെങ്കിൽ 6.5 ആണ് നമുക്ക് ബാൻഡ് വേണ്ടത്. 6.5 ഈച്ച് ഇൻഡിവിജ്വൽ 6 തന്നെ വേണം. ചിലർക്ക് 6ഉം 5.5ഉം മതി. പക്ഷെ മാസ്റ്റേഴ്സ് ഒക്കെ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും 6.5 തന്നെ വേണം. ആൻഡ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഇതൊക്കെയാണ്. ഇറ്റാലിയൻ ആണെങ്കിൽ ഇറ്റാലിയൻ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് IELTS റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് വരുന്നത്. ആൻഡ് അക്കാഡമിക് പെർസെന്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫീസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു 60 എബോ അല്ലെങ്കിൽ 65 ആണ്. അക്കാഡമിക്സിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 60% എബോ ഉള്ള സ്റ്റുഡൻസിന് നമുക്കത് ഫയൽ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൽ വെരി പെർട്ടിക്കുലർ ആണ് ആക്ച്വലി. ഒരു 60% എബോ ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് ഇറ്റലി ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ഒരു ബെറ്റർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഡ്യൂറേഷൻ, ഇപ്പം ബാച്ചിലേഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 to 4 years ആണ് ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് മാസ്റ്റേഴ്സിനാണെങ്കിൽ ഒരു 1 to 2 years ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ഇത് രണ്ടും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ രണ്ട് സെക്ഷനും വരുന്ന സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 1 year തന്നെയാണ്. ആൻഡ് ട്യൂഷൻ ഫീസ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു ടോട്ടൽ എമൗണ്ട് നിയർലി ഒരു പെർ ഇയർ എങ്ങനെ പോയാലും ഒരു 4 lakh അടുത്ത്, അല്ലെങ്കിൽ അതിന് മണ്ടയിലോട്ട് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അത്രയും ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത്രയും എമൗണ്ട് വരും. ബാച്ചിലേഴ്സ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് 8 to 10 lakhs നിയർലി. ആൻഡ് ഷോ മണി സിസ്റ്റം ആണ്. 6 months ഷോ മണി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം. ഇതാണ് നമ്മുടെ ഷോ മണി സിസ്റ്റം ആണ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ആപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റ്, ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആൻഡ് പാസ്പോർട്ട്, ഇതൊക്കെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്, യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഫോം, ഇതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് വേണ്ട. CV ആൻഡ് 2 LOR എങ്കിലും വേണം. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, പിന്നെ മോട്ടിവേഷൻ ലെറ്റർ, അത് SOP ആണ് മോട്ടിവേഷൻ ലെറ്റർ. LOR നമുക്ക് നോർമൽ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിന് 2 LOR എങ്കിലും വേണം. ആൻഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ആണെങ്കിൽ ഇറ്റാലിയൻ. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി MOE വെച്ചിട്ട് മൂവ് ചെയ്യുന്നവരാണെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും കൂടെ വേണ്ടതാണ്. ഓക്കെ, ആൻഡ് കമ്മിങ് ബാക്ക് ടു ദി ഡെഡ് ലൈൻ, മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ തന്നെയാണ്. ചില 1-2 കോഴ്സസിനൊക്കെ ആയിരിക്കും നോർമലി ഒരു ഫെബ് ഇൻടേക്ക് ഒക്കെ വരുന്നത്. പക്ഷെ മേജർ ഇൻടേക്ക് ഇപ്പൊ ഫാഷൻ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ എല്ലാ ഇൻടേക്കും ഉണ്ട്. ഫെബ് ആൻഡ്
സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. പക്ഷേ സം കോഴ്സസ് ഓൺലി ഹാവ് സെപ്റ്റംബർ ഇൻടേക്ക്. അപ്പൊ ഒരു മിഡ് ഏപ്രിൽ അല്ലെങ്കിൽ മിഡ് മേയോടെ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്യും. ഇപ്പം കമ്മിങ് ടു ദി ഫെബ് ഇൻടേക്ക് ആണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു ലൈക്ക് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് പോർട്ടൽ ക്ലോസ് ആണെന്നാണ്. ഓക്കെ, നോട്ട് ഇൻ എ റേഞ്ച് ഓഫ് അതർ കൺട്രീസ്. അതർ കൺട്രീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറവാണ് ഇറ്റലിയുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ. ഫണ്ടിങ് സ്കോളർഷിപ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് പാവിയ, യൂണിവേഴ്സിറ്റി ഓഫ് പഡോവ ആൻഡ് ബൊളോഗ്ന, ഇവരൊക്കെയാണ് കൂടുതലും സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്. അപ്പം അവർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. നമ്മൾ മെറിറ്റ് ലിസ്റ്റ് നമുക്ക് അത് നമ്മൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നൊക്കെ ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പേരൻസിന്റെ ഒക്കെ ക്രെഡൻഷ്യൽസ് ലൈക്ക് ദർ ജോബ് ആൻഡ് അവർ ഇൻകം അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അവർ തരുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റലിയില് ഒരു സിംഗിൾ സൈക്കിൾ സ്റ്റഡി എന്ന് പറയും. നമ്മൾ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സും കൂടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സൈക്കിൾ സ്റ്റഡി. ലൈക്ക് 4 to 5 years ആണ് അതിന്റെ ഇത് വരുന്നത്. ഇപ്പം സപ്പോസ് വി ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഇതാണ് ബി ഫാം എന്ന് പറയും. നമ്മളത് ടോട്ടൽ ആയിട്ട് 5 yearsന്റെ ഒരു ഫുൾ കോഴ്സ് ഉണ്ട് ഇറ്റലിയിൽ. അപ്പം അതൊരു സിംഗിൾ സൈക്കിൾ സ്റ്റഡിയാണ്. ബാച്ചിലേഴ്സ് പ്ലസ് മാസ്റ്റേഴ്സ്, നമ്മളിവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതൊക്കെയാണ്. PhD പ്രോഗ്രാം ഉണ്ട്, സ്പെഷ്യലൈസിങ് കോഴ്സസ്, മാസ്റ്റേഴ്സ് ഓഫ് സയൻസ്, ബാച്ചിലേഴ്സ് ഓഫ് സയൻസ്, ഇതൊക്കെയാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് അവിടെ, ലൈക്ക് അൺലൈക്ക് എവരി യൂണിവേഴ്സിറ്റീസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രിപ്പയർ ഓഫ് അഫിഡവിറ്റ് മെൻഷനിങ് ലൈക്ക് ഫാമിലി, ഞാൻ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കും. ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഇതെല്ലാം വെച്ചിട്ടാണ് അവര് നമ്മള് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇറ്റലിക്ക്. ഓക്കെ, ദി യൂണിവേഴ്സിറ്റി ഓഫ് പീസയാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിസർച്ച്, ഫേമസ് റിസർച്ച് സെന്ററും കൂടെയാണ്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിനൊക്കെ റിസർച്ച് സെന്റർ എന്നൊക്കെ പറയും. യൂണിവേഴ്സിറ്റി ഓഫ് പീസ, ഇറ്റ് ഈസ് വെരി ഫേമസ്. ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട് അവിടെ. ഇപ്പൊ പ്രീ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഇറ്റലി ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. 1 year ഡ്യൂറേഷൻ ഉണ്ട്. 2 study ട്രാക്ക്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്, 2 ഫീൽഡിലാണ് ഡ്യൂറേഷൻ ലൈക്ക് പ്രീ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് വരുന്നത്. ആൻഡ് ലൈക്ക് ഓൺലൈൻ ഉണ്ട്, ബ്ലെൻഡഡ് ഓൺ ക്യാമ്പസ്, ഇപ്പൊ ഓൺലൈനും ഓഫ്ലൈനും കൂടി വരുന്നുണ്ട്. ആൻഡ് ഓൺ ക്യാമ്പസ് വരുന്നുണ്ട്. ഈ 3 രീതിയിലുള്ള സ്റ്റഡി ക്രൈറ്റീരിയാസ് നമുക്ക് ഇറ്റലിക്ക് വരുന്നുണ്ട്. ഓക്കെ, I'll start about the university benefits of like University of Pisa offer ചെയ്യുന്ന കുറച്ച് സപ്പോർട്ടീവ് തിങ്സ് ആണ്. ഓൺലൈൻ പ്രിപ്പറേറ്ററി മൊഡ്യൂൾ ഉണ്ട്. ഇയർലി ഇറ്റാലിയൻ ലാംഗ്വേജ് കോഴ്സ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇപ്പൊ ഇറ്റലി തന്നെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റാലിയൻ ലാംഗ്വേജ് ഇല്ലാണ്ട് വളരെ ഭയങ്കര പാടായിരിക്കും. ബിക്കോസ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇറ്റ്സ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റാലിയൻസ്. അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഫോർ മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, ഇന്റർനാഷണൽ പ്രോഗ്രാം, ഹ്യൂമാനിറ്റീസ് ലൈക്ക് വൈസ്. ആൻഡ് ഇതിനൊക്കെ ഫീസ് വരുന്നത് ഇപ്പൊ കൾച്ചറൽ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ ഇറ്റാലിയൻ കൾച്ചർ, ഫുഡ് കൾച്ചർ, അങ്ങനെയൊക്കെ പഠിക്കേണ്ട സ്റ്റുഡൻസിന് അങ്ങനെയുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. സോ അതിന്റെയൊക്കെ ഫീസ് ഒക്കെ വരുന്നത് ലൈക്ക് വെരി കുറച്ചും കൂടെ like 50,000 euros, converting to INR it will be like nearly 5 lakh അല്ലെങ്കിൽ ഒരു 4 lakh ആ ഒരു അറൗണ്ട് വരുന്ന ഇതൊക്കെ. ഇത് 1 year മാസ്റ്റർ പ്രോഗ്രാം ആണ്. റിസ്ക് മാനേജ്മെന്റ്.
ഇതൊക്കെ ജോബ് ഓറിയന്റഡ് കോഴ്സസ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ജോബ് ഓറിയന്റഡ് കോഴ്സസിനും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രിയാണ് ഇറ്റലി. സോ മാസ്റ്റേഴ്സ് എടുക്കുവാണെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ജോബ് ഒക്കെ ലഭിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുള്ള കുറച്ച് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഇതൊരു അങ്ങനെയുള്ള ഒരു കോഴ്സാണ് റിസ്ക് മാനേജ്മെന്റ് കോഴ്സ്. ഡെഡ് ലൈൻസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് 30th ജൂൺ. ട്യൂഷൻ ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീസ് പേ ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് 8,000 euro, which is near to 8 lakh. സ്കോളർഷിപ്പും അവൈലബിൾ ആയിട്ടുണ്ട്. ലൈക്ക് ഒരു 1 lakh അറൌണ്ട് സ്കോളർഷിപ്പും നമുക്ക് ലഭിക്കാവുന്നതാണ്. That are all the information about the particular course. And coming to the accommodation, ഇപ്പം accommodation nearly like varies from place to place. ഇപ്പം നമ്മളൊരു ക്യാപിറ്റൽ സിറ്റിയിലാണ് താമസിക്കുന്നത്, റോം അല്ലെങ്കിൽ ഒരു ഫേമസ് ഡെവലപ്ഡ് സിറ്റി മിലാൻ, ഫിറൻസെ മീൻസ് ഫ്ലോറൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ എക്സ്പെക്ട് ഫ്രം 1,000 euros. അത്രയും വരും നിയർലി ഒരു റെന്റ്. പിന്നെ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെ പോയാലും ഒരു 1 month 1,000 euros നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിലൊരു കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടല്ലോ, ലൈക്ക് പഡുവ, ബൊളോഗ്ന, അങ്ങനെയുള്ള സിറ്റീസിലാണ്. അല്ലെങ്കിൽ വെനീസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി നോട്ട് വെരി ചീപ്പ്, ബട്ട് കമ്മിങ് ടു it is very cheap, like 750 euros. So 750 euros ഒരു 7 lakh നിയർലി വരും. അപ്പൊ ആ ഒരു റേഞ്ചിൽ 7,70,000 നിയർലി ആ ഒരു റേഞ്ചിൽ നമുക്ക് അക്കോമഡേഷൻ അത്രയും സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് പഡുവ യൂണിവേഴ്സിറ്റീസ്. അവിടെയൊക്കെ ക്യാമ്പസ് ഒക്കെ ആണെങ്കിൽ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചും കൂടെ ഒരു 450 അല്ലെങ്കിൽ ഒരു 500 euros ആ ഒരു അതിപ്പം നമ്മൾ INR കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 45,000 ആ ഒരു 45,000 or 50,000 ആ ഒരു റേഞ്ചിൽ വരും. അപ്പൊ കുറച്ചും കൂടെ സ്റ്റുഡന്റിന് കൺവീനിയന്റ് ആയിരിക്കും. ഓക്കെ, വിസ എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് അതും ഒരു മോഡറേറ്റ് ആണ്, 800 to 850 euros. ബൊളോഗ്ന പോലെ നമുക്ക് കൂട്ടാവുന്നതാണ് പിസയൊക്കെ. ഒരു 8,000 euro 8,000 rupees INR കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയൊക്കെ വരും നമ്മുടെ ലിവിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ. These are some universities, required documents. Some programs, bachelor degree programs ആണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, വിച്ച് ഇസ് ഓൾസോ റിലേറ്റഡ് ടു ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാം ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റീസ് പർട്ടിക്കുലർലി ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സും അങ്ങനെയുള്ള രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്ര നമ്മുടെ മേജർ ഇൻടേക്കും കാര്യങ്ങളൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ ഇൻടേക്ക്, ഓട്ടം ഇൻടേക്ക് നമ്മൾ പറയും. മേജർ ഇൻടേക്ക് അതാണ് നമ്മുടെ ഇറ്റലിയിലെ. ആൻഡ് IELTS ബാൻഡ് 6.5 ആണ് കൊടുത്തിരിക്കുന്നത്. എബോ നമുക്ക് ഒരു 70% എബോ മാർക്ക് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ നമുക്ക് MOE വെച്ചിട്ട് മൂവ് ചെയ്യാവുന്നതാണ്. These are some universities. പോളിടെക്നിക് പഠിക്കാൻ, പോളിടെക്നിക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ടേഷൻ പോളിടെക്നിക് ആ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി. ആൻഡ് വിത്ത് എ വെരി ഗുഡ് റേഞ്ച് ഓഫ് ഫീസ്, ഒരു 8 lakh ആ ഒരു രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ട്യൂഷൻ ഫീസ് ആ ഒരു കോഴ്സസിന്. ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് വളരെ കുറച്ചും കൂടെ അക്കോമഡേഷൻ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നല്ലൊരു സ്റ്റുഡിയോ, അപ്പാർട്ട്മെന്റ് അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് കിട്ടാൻ വലിയ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ലൈക്ക് പഡുവ, ബൊളോഗ്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. Okay, so that is the end of the Italy section. Do you have any doubts?
ആ ഡൗട്ട്സേ ഉള്ളൂ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഓടിച്ചു പോകുന്ന പോലെ തോന്നും. ഒന്നും കറക്റ്റ് ഏതൊക്കെ കോഴ്സിന് എത്ര ഫീസ്, എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമുള്ള സംഗതികൾ, ഇതൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ സാർ, യു ക്യാൻ ആസ്ക് മീ. ഡൗട്ട് ചോദിച്ചോളൂ ഇൻ ബിറ്റ്വീൻ. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഒന്നും കാണത്തില്ല. സോ ചോദിച്ചോളൂ, ഐ വിൽ ക്ലിയർ ഡൗട്ട്സ്. ഇപ്പോ മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞു, അത് 1 വർഷമാണോ 2 വർഷമാണോ? എക്സാക്ട് ഫീസ് എത്ര വരുന്നുണ്ട്? എക്സാക്ട് ഫീസ് എന്നൊരു നമ്മൾ എടുക്കുന്ന ഇപ്പം നമ്മൾ UK എടുക്കുകയാണെങ്കിൽ ഇന്നർ ഉണ്ട്, ഔട്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റലി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺട്രി സൈഡ് ഉണ്ട്, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു 10 lakh എബോവ് നമ്മൾ ഉറപ്പായിട്ടും മാസ്റ്റേഴ്സിന് എക്സ്പെക്ട് ചെയ്യണം. 10 lakh വരുന്നുണ്ട് ഫീസ്. ആൻഡ് 1 to 2 year പ്രോഗ്രാം ആണ് വരുന്നത്. അത് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇത് കേട്ടത് ആദ്യം മാസ്റ്റേഴ്സിന് 2 മുതൽ 3 ലക്ഷം വരെ വരികയും ഡിഗ്രിക്ക് 4 to 4 to 5 lakhs പെർ ഇയർ വരും എന്നുള്ളതാണ് പറഞ്ഞത് ആദ്യം. ഏകദേശം 2 to 3 lakhs എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 3 to 4 lakh ബാച്ചിലേഴ്സിന് വരും, 8 to 10 lakhs എങ്ങനെയാണെങ്കിലും മാസ്റ്റേഴ്സിന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ 3 ഇയർ കഴിഞ്ഞവർക്ക് അവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ കഴിയുമോ? 3 ഇയർ കോഴ്സ് കഴിഞ്ഞത് 3 ഇയർ കഴിഞ്ഞവർക്ക് അവിടെ മാസ്റ്റേഴ്സ്, ചില കോഴ്സസിന് പ്രീ മാസ്റ്റേഴ്സ് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രീ മാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു 9 months അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയിൽ 1 year പ്രീ മാസ്റ്റേഴ്സ് ചോദിക്കുന്നവരുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കുവാണെങ്കിൽ പ്രീ മാസ്റ്റേഴ്സ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ 3 year ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തിരി. ഫ്രീ എഡ്യൂക്കേഷനും അവൈലബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രീ എഡ്യൂക്കേഷന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഫ്രീ എഡ്യൂക്കേഷന്റെ നമുക്ക് ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കാണെങ്കിൽ ഒരു 100% സ്കോളർഷിപ്പ് ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു നോ ഫീസ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ. അത് ഹോസ്റ്റൽ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ പോകുന്നതാണ്. അതൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ടി വരത്തില്ല. ആൻഡ് ഇൻ സം കേസ് പെയ്ഡ് ഇന്റേൺഷിപ്പ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രീലക്ഷ്മി, ഹലോ. അല്ല മാം, അത് എങ്ങനെ ലഭിക്കും? ഒരു കുട്ടിക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ ലഭിക്കും? ഒരു 70% എബോവ് മാർക്കുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പം ഏതാണ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്, UG ആണെങ്കിൽ UGയുടെ സർട്ടിഫിക്കറ്റ്സിൽ ഒരു 70% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റുഡന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ പ്രീ എഡ്യൂക്കേഷൻ നമുക്ക് വരുന്നത് UG ആൻഡ് PG കാറ്റഗറി രണ്ടും വരുന്നുണ്ട്. അതാണ് ഇറ്റലിയുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം UG ആൻഡ് PG കേസസിലും രണ്ടിലും നമുക്ക് ടോട്ടൽ അവരുടെ ഒരു ട്യൂഷൻ ഫീ, വിത്തൗട്ട് ട്യൂഷൻ ഫീയിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലിപ്പം ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലോട്ട് ഫിൽട്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈല് നമുക്ക് ആദ്യം ഒന്ന് അയച്ചു തരാം. അത് ഇനിഷ്യൽ ലെവലിൽ നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് അത് ഫിൽട്ടറൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരുടെ 10th, ഇപ്പൊ UG ക്കാണ് സ്റ്റുഡന്റ് പോകുന്നതെങ്കിൽ 10th-നും +2-നും ഒരു 70 above സ്കോർ റേഞ്ച് നോക്കാം. ഓക്കെ, അത് മനസ്സിലായി. പാർട്ട് ടൈമിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ലൈക്ക് 20 hours ആണ് പെർ വീക്ക് ചെയ്യാൻ പറ്റുന്നത്. 9 to 15 euros വരെ പെർ അവർ കിട്ടും. 9 to 15 വരെ അല്ലേ? 9 to 15 അല്ലേ? 9 to 15 euros വരെ പെർ അവർ നമുക്ക് കിട്ടും. 20 hours ആണ് അതിന്റെ ക്രൈറ്റീരിയ. ഇല്ല, നമുക്ക് ഡിപ്പെൻഡന്റിന് ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് നമുക്ക് അത് അലൗഡ് അല്ല. ഡിപ്പെൻഡന്റിനെ അക്കമ്പനി ചെയ്യാൻ പറ്റത്തില്ല.
വൺസ് അവർ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസിനെ അലോ ആണ്. സ്റ്റുഡന്റ് വിസയിൽ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. Any more doubts? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? Any more doubts? സോ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് കുറച്ചും കൂടെ റീതിങ്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ യു കൻ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കൺസേൺ ഗ്രൂപ്പ്. ഓക്കെ, ഇനി എന്തെങ്കിലും അങ്ങനെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചോണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ്.